നിങ്ങളെല്ലാവരും തന്ന അകമൊഴിഞ്ഞ് തന്ന ഒരു വിജയമാണ് പ്രകമ്പനത്തിൻ്റെ. ഈ പടത്തിൻ്റെ വിജയത്തിന് കാരണമായത് തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്നതാണ്, സിനിമ ഒരു കൂട്ടായ്മയുടെ പ്രൊഡക്റ്റാണ് സിനിമ. ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മാത്രം ഒന്നും സംഭവിക്കില്ല. എല്ലാവരും അതിൻ്റെ കൃത്യമായിട്ടുള്ള ജോലികൾ കൃത്യസമയത്ത് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെയുള്ള നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താ പറയണ്ട, ഇത് എപ്പോഴും നടക്കുന്നൊരു പരിപാടിയല്ല, നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു സൗഭാഗ്യമല്ല ഇങ്ങനെ ഒരു സക്സസ് മീറ്റ് എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ പടം ചിലപ്പോൾ സക്സസ് ആയാൽ പോലും ചിലവർ മറന്നോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചോ ചില സെലിബ്രേഷൻസ് ഇങ്ങനത്തെ ഒരു ഷീൽഡ് തരാൻ മറക്കാറുമുണ്ട്. പക്ഷേ ഇത് എന്താ പറയണ്ടേ, ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവാർഡ് പോലെയാണ് ഈ ഒരു സക്സസ് സെലിബ്രേഷൻ്റെ ഒരു ഷീൽഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ. കാരണം എൻ്റെ വീട്ടിൽ ആദ്യത്തെ ഷീൽഡ് എന്ന് പറയുന്നത് വിനോദയാത്ര 135 ദിവസം. അതിപ്പോഴും കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു എന്താ പറയണ്ടേ, ഒരു ധൈര്യമാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഹോപ്പാണ്, അല്ലെങ്കിൽ ഒരു എനർജിയാണ്. നമ്മൾ വന്ന വഴിയിലൂടെ ഇങ്ങനത്തെ കുറച്ച് അംഗീകാരങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ്. ഇതെല്ലാ ദിവസവും നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സിനിമ. കാരണം എന്ന് വെച്ചാൽ നമ്മളൊട്ടും എന്താ പറയണ്ട വിഷമിച്ച് വരുന്നൊരു ജോലിയായിട്ടല്ല നമ്മളെല്ലാവരും സിനിമയെ കണക്കാക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് വന്ന് കിട്ടിയ ഒരു ജോലിയാണ്. നമുക്ക് ജോലിയെന്നും പറയാൻ പറ്റില്ല, ഒരു പ്രൊഫഷനാണ് സിനിമ എന്നുള്ളത്. അത് അത്രത്തോളം പാഷനോട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എല്ലാ മൊമെൻറ്റും നല്ലതാക്കാനേ നോക്കിയിട്ടുള്ളൂ. ഗണപതി ഇല്ലെങ്കിൽ ഗണപതി പറഞ്ഞ പോലെ തന്നെ എല്ലാ പോയിന്റും പറഞ്ഞു. ഒത്തിരി സന്തോഷം ഇങ്ങനൊരു വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്. കാരണം എളുപ്പമല്ല ഒരു സിനിമ ഇപ്പം ഒന്നും വിജയിച്ച് കിട്ടാന്ന് പറയുന്നത്. എന്തായാലും നവരസയാണെങ്കിലും സ്റ്റോൺ ബെഞ്ചിനാണെങ്കിലും അത്യാവശ്യം പൈസകൾ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനിയും അവർക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. ആ സിനിമകൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കും അഭിനയിക്കാൻ പറ്റട്ടെ. ഒത്തിരി സന്തോഷമുണ്ട്. ഹലോ, ഒരുപാട് സന്തോഷം. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇത്രയും വലിയൊരു പടത്തിൽ ഇത്രയും ത്രൂ ഔട്ടായിട്ട് വരുന്നൊരു വേഷം എൻ്റെ കയ്യിൽ തന്നതിന് ഒരുപാട് നന്ദി. ഞാൻ കുറേ കാലമായിട്ട് സിനിമേൻ്റെ പുറകിലാണ്. ആദ്യമായിട്ട് ഇപ്പോഴെങ്കിലും ഒരു നല്ലൊരു മൊമെൻറ്റ് വീട്ടിലുകൊണ്ട് വെക്കാൻ പറ്റുന്നുണ്ടല്ലോ, സന്തോഷം. ഹായ്, നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ പറ്റിയതിൽ, ഇങ്ങനൊരു ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ. ഒന്നും ആലോചിക്കണ്ടായിരുന്നു. ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒന്നിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ആൾക്കാർ. അപ്പോൾ കുറേ തോന്നിയവാസം ചെയ്തിട്ടുണ്ട് ക്യാരക്ടറിൻ്റെ ലൈഫിൽ. പക്ഷെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. സത്യസന്ധമായി പറഞ്ഞാൽ 2002 സിനിമ വന്ന ആളാണ് ഞാൻ. ആ കാലഘട്ടത്തിൽ ധാരാളം പുതുമുഖങ്ങളുടെ സിനിമ ഇറങ്ങിക്കൊണ്ടിരുന്നൊരു സമയമായിരുന്നു. നമ്മളെന്ന് പറയുന്നതും ഒരു കൂട്ട് പുതുമുഖങ്ങൾ വന്ന സിനിമ. ധാരാളം പുതുമുഖങ്ങൾ 2000-ങ്ങളിൽ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് പോസ്റ്ററിൽ തെളിഞ്ഞിരിക്കുന്ന തലയുമായിട്ടൊക്കെ വന്ന് ഒരു ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ സിനിമകൾ കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. അഭിനയിച്ച സിനിമ സക്സസ് ആവുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ്. ഇപ്പോൾ ആ ഒരു മുഹൂർത്തത്തിലാണ് നിൽക്കുന്നത്. ഞാൻ ഈ സിനിമയിൽ വന്നത് തന്നെ കോമഡിയാണ്. ഒരുപാട് സൂപ്പർ പടങ്ങൾ നടക്കുന്ന സമയത്ത്, സൂപ്പർ ആർട്ടിസ്റ്റുകളുടെ പടങ്ങളും വലിയ വലിയ കലാകാരന്മാരുടെ പടങ്ങൾ നടക്കുന്ന ആ സമയത്ത് അതിനെല്ലാം മറികടന്ന് സൂപ്പർ ഹിറ്റായ ഒരു പടമാണ് പ്രകമ്പനം. തീർച്ചയായിട്ടും ഇതൊരു ഡയറക്ടറുടെ വിജയമാണ്, ഡയറക്ടറുടെ ടീമിൻ്റെ വിജയമാണ്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും, തീർച്ചയായിട്ടും ഗണപതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ലോകമെമ്പാടും പ്രകമ്പനം കൊള്ളിച്ച ഈ പ്രകമ്പനം എന്ന സിനിമയിലെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമാണ്.